ലാലൂർ ദേവസ്ഥാനമേ അഭയം കരിനീയമ്മേ ശരണം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്നും നിത്യം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ഒന്ന്, ലാലൂർ ദേവസ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല, അതൊരു പരാതി. പിന്നൊരു പരാതി, സ്വാമി ദക്ഷിണ എത്രയാണെന്ന്. അപ്പോൾ ഞാനിതിനുള്ള മറുപടികളൊക്കെ ഒരുപാട് തവണ, അതായത് ആരും തന്നെ വീഡിയോ കൃത്യമായിട്ട് കാണുന്നില്ല. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനം ഒരു ഭക്തത്തി ദൂരം വന്നിട്ട് വഴി അറിയാണ്ട് നിന്നതുകൊണ്ട് അതാണ് ഞാൻ ആ വീഡിയോ നിർത്തി പോയത്. അപ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആരും തന്നെ വീഡിയോകളെ പൂർണ്ണമായിട്ട് കാണുന്നില്ല, അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇവിടെ എത്താൻ സാധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കൃത്യമായിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ടായാലും വാട്സാപ്പ് നമ്പർ ഉണ്ട്. വാട്സാപ്പിലേക്ക് ഇനി അറിയില്ല വരണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയണതല്ലേ. ഇതിന് ലാലൂർ ദേവസ്ഥാനത്തിന് അങ്ങനെ പരസ്യമൊന്നുമില്ല. നിങ്ങൾ കൊട്ടാരം പോലെയുള്ള ഒരു ക്ഷേത്രമാണെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇതൊരു ചെറിയൊരു, അതായത് ഞാൻ പറയാറില്ല, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഒരു ആത്മീയതയ്ക്ക് എൻ്റെ ആ ഒരു കർമ്മ നിവൃത്തി, അതായത് മോശം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി വെച്ച ചെറിയൊരു റൂമിൽ ഒരു 5 മൂർത്തികളെ അച്ഛനമ്മയും മക്കളെയായിട്ട് ഇരുത്തി എൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് കർമ്മം ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് ആർക്കും തന്നെ ഞാൻ പരസ്യം ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. അങ്ങനെ പരസ്യമില്ല തന്നെ. അത് തന്നെ ഇവിടെ അയലക്കാർക്ക് തന്നെ ശരിക്കും അറിയില്ല എന്ന് തന്നെ ചുരുക്കാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇന്നലെ ഒരു ഫാമിലി വന്നിട്ട് പറയണ്ടായിരുന്നു, അപ്പുറത്തെ വഴിയിൽ പോയിട്ട് അവർക്ക് മനസ്സിലായില്ല, അവർ വേറൊരു ദേവസ്ഥാനം കാണിച്ചെന്നാ പറഞ്ഞു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വരാൻ പറ്റാത്തത്, ഇതൊക്കെ കണ്ടിട്ടും വരാൻ പറ്റാത്തവർക്ക് സ്വാമിയുടെ ഒരു അനുഗ്രഹം കിട്ടണ്ടേ. അതായത് എല്ലായിടത്തും പോയി അവസാനത്തൊരു ആശ്രയമായിട്ടാണ് എല്ലാവരും ലാലൂർ ദേവസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ആ എത്തുന്നത് തന്നെ 1 രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ അതായത് അത്രയ്ക്കും അവസാനത്ത് എത്തും പറയാലോ, കാശ് എടുത്തെടുത്ത് എല്ലായിടത്തും കൊടുത്ത് അവസാനം വരുമ്പോൾ. അപ്പോൾ ഞാൻ ദക്ഷിണയിലേക്കാണ് അടുത്ത് വരാം. അതാണ് 2 ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ആരും തന്നെ വലിയ ഉള്ളവരൊന്നും ആവണമെന്നില്ല. ചിലർ തരാത്തതായിരിക്കാം, ചിലർ തരണതായിരിക്കാം, ചിലരിൽ ഇല്ലാണ്ടായിരിക്കാം. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ഈ കാശിൻ്റെ ആവശ്യമില്ല. ഞാൻ തുടങ്ങുമ്പോഴും 0ലാണ് തുടങ്ങിയത്. ഇന്നും എൻ്റെ അക്കൗണ്ട് 0 തന്നെയാണ്. അതായത് നീക്കിയിരിപ്പൊന്നുമില്ല, ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഈ അമ്പലത്തിൻ്റെ നീക്കിയിരിപ്പൊന്നുമില്ല. ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഞാൻ കോടികളുടെ ബിസിനസ്സുകളൊക്കെ നടത്തി, ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ, ഫോട്ടോസ് വരെ ഇട്ടിട്ടുണ്ട്. കോട്ടും സൂട്ടൊക്കെ ഉപേക്ഷിച്ച് എല്ലാം വിട്ട് ആത്മീയതയിലേക്ക് വന്നതാണ്. ഇനി സന്യാസി ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്യാസി ജീവിതത്തിലേക്ക് പോകുന്ന എനിക്ക് എന്തിനാ കാശ് ഇല്ല. അപ്പം ഞാൻ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയൊന്നും ചോദിച്ച് വാങ്ങിക്കാറില്ല, വരുന്ന വ്യക്തികളിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാറില്ല. കാര്യങ്ങൾ നടന്നവർ ദക്ഷിണ തന്നാൽ വാങ്ങിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വാസമുള്ളവർക്കും ദക്ഷിണ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. മനസ്സിലായ? അത് വാങ്ങിച്ചാൽ തന്നെ അത് ഇവിടുത്തെ സ്വാമികൾക്ക്, എനിക്ക് ഈ കോടികളുടെ ബിസിനസ്സൊന്നും ഇല്ല. ഞാൻ ബിസിനസ് ചെയ്യാനാണെങ്കിൽ ബിസിനസ് ചെയ്താൽ പോരെ. ഈ ആത്മീയതയുടെ പേരും പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. എൻ്റെ 1 രൂപ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് തുടങ്ങുന്നത് 0 ബാലൻസിലാണ്. ഇനി എൻ്റെ വൈഫിൻ്റെ താലിച്ചയം പണയം വെച്ചിട്ടാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ വരെ അന്ന് വാങ്ങിച്ചത്. അത്രയും മൈനസിലാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്വാമിയിലുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ വന്നത്. ഇന്ന് വരെ ഒരു ദിവസം പോലും പൂജ മുടക്കാതിരുന്നില്ല. ഓരോ ദിവസവും ഡെവലപ്പ് കൂടി നിവേദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം നിവേദ്യം വെച്ചിരുന്നില്ല, പിന്നെ നിവേദ്യങ്ങളായി, 2 നേരം നിവേദ്യമായി, പിന്നെ ചൊവ്വാഴ്ച കലശങ്ങൾ തുടങ്ങി. ഇതൊക്കെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളില്ലാണ്ട് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനിതിനെ വേറൊരു വരുമാന മാർഗത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യം, എനിക്ക് വേണ്ടതെല്ലാം സ്വാമി തരുന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, സന്യാസി ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്കെന്തിനാ കാശ്? എനിക്ക് കാശിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ദക്ഷിണ തന്നാൽ ഞാൻ വാങ്ങിക്കില്ല എന്നൊന്നും പറയില്ല. കാര്യം നടക്കും അല്ലെങ്കിൽ നടന്നു എന്ന് ഉള്ളവരാണ് ദക്ഷിണ തരിക, അല്ലേ? അല്ലാത്തവരുടെ അടുത്ത് ഞാൻ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ആ ദക്ഷിണ പോലും സ്വാമിയിലേക്ക് നൈവേദ്യത്തിനോ മാലയ്ക്കോ നെയ്യെല്ലാം വാങ്ങിക്കുക, വെണ്ണ വാങ്ങിച്ചു ഒരുക്കുകയാണ് ചെയ്യുക. വെണ്ണയ്ക്കോ മാലയ്ക്കോ പൂക്കൾക്കോ അലങ്കാരത്തിനോ വസ്ത്രത്തിനോ സ്വാമിയുടെ വസ്ത്രത്തിനോ അല്ലെങ്കിൽ എണ്ണയ്ക്കോ അങ്ങനെ തിരുനൂലോ ഒരുപാട് സാധനങ്ങൾ വേണം ഒരു പൂജ ചെയ്യണമെങ്കിൽ. അല്ലാണ്ട് ഒരു പുഷ്പ്പെടുത്തിടുന്നതല്ല പൂജ. അപ്പോൾ ഇതിലേക്കൊക്കെ കൂടി വകയിരുത്താനാണ് എൻ്റെ ദക്ഷിണ പോലും. അപ്പോൾ ദക്ഷിണയ്ക്കുള്ള പ്രാധാന്യമില്ല. ഞാൻ സന്യാസ ജീവിതത്തിലേക്കുള്ള എൻ്റെ യാത്രയാണ്.
ഞാൻ ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി എല്ലാ ബിസിനസ്സുകളും തൊഴിലുകളും വരുമാന മാർഗങ്ങളും ഒക്കെ നിർത്തിയിട്ടാണ് ഈ ആത്മീയതയിലേക്ക് വന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാം എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഭഗവാനിലേക്ക് അർപ്പിക്കാനാണ്. പിന്നെ എനിക്ക് കാശിൻ്റെ ഒരു ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ഞാൻ വേറൊരു വരുമാന മാർഗത്തിനെ കുറിച്ച് ചിന്തിക്കണമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സാമ്യത, എൻ്റെ സാമ്യത എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ നിമിഷം വരെ ഒരു തടസ്സങ്ങളില്ലാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുണ്ട്. അപ്പം ദക്ഷിണയായിക്കോട്ടെ, ഇങ്ങോട്ട് വരുന്നതായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇവിടേക്ക് എത്താൻ പറ്റുക, എപ്പോഴാണ് ദക്ഷിണ അർപ്പിക്കാൻ പറ്റുക അന്ന്. ഓക്കെ, ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ വീഡിയോകളൊക്കെ മുഴുവൻ കണ്ടിട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഈ ഒരു അരമണിക്കൂർ നമ്മൾ പോവാണ്. അതുകൊണ്ടാണ് പറയണത്. ഏകദേശം ഇപ്പോൾ തന്നെ 5 മിനിറ്റായി. മനസ്സിലായ? എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നേക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായിട്ട് സ്വാമിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താം. ദൈവത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ നേടാം. ഞാനൊരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. നിങ്ങളിൽ ഒരാളാണ് ഞാനും. നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും. ഇന്നെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മാനിക്കുക. ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി. എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നേക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായിട്ട് സ്വാമിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താം. ദൈവത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ നേടാം. ഞാനൊരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. നിങ്ങളിൽ ഒരാളാണ് ഞാനും. നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും. ഇന്നെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മാനിക്കുക. ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി. എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നേക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായിട്ട് സ്വാമിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താം. ദൈവത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ നേടാം. ഞാനൊരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. നിങ്ങളിൽ ഒരാളാണ് ഞാനും. നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും. ഇന്നെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മാനിക്കുക. ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി. എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നേക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായിട്ട് സ്വാമിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താം. ദൈവത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ നേടാം. ഞാനൊരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. നിങ്ങളിൽ ഒരാളാണ് ഞാനും. നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും. ഇന്നെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മാനിക്കുക. ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി. എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നേക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം.
എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായിട്ട് സ്വാമിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താം. ദൈവത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ നേടാം. ഞാനൊരു മാജിക്കും കാണിക്കുന്നില്ല, ഒരു പ്രത്യേകതകളും ഇല്ല. നിങ്ങളിൽ ഒരാളാണ് ഞാനും, നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും. ഇന്നെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മാനിക്കുക. ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി. എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ ആവുന്ന ഗുരുഭാഗത്തു നിന്ന് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നെക്കാളും മുതിർന്ന ഗുരുക്കന്മാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് അറിവ് പകരുക എന്നുള്ളതാണ്. ഈ അറിവിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിൽ നിന്ന് എങ്ങനെ കാര്യസാധ്യം നേടിയെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്, അതായത് ലളിതമായി. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.